My dear students, ഫങ്ഷൻ അനാലിസിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രീവിയസ് ലെക്ചറിൽ ഒരു പോയിൻറ്റും ഒരു സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ യുണീക്നെസ്, ആ പോയിൻറ്റ്സിൻ്റെ യുണീക്നെസ് എന്നിവ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇൻ ദിസ് ലെക്ചർ we are going to establish that there are sets in which every point on that set is actually orthogonal to a particular point on the space. So ഒരു സെറ്റ് കംപ്ലീറ്റ്ലി ഒരു പോയിൻറ്റുമായിട്ട് ഓർത്തോഗണൽ ആകുന്ന അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആകുന്ന ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദിസ് ഈസ് ആക്ച്വലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രീവിയസ് റിസൾട്ട് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ്. So let me quote the theorem. Let X be an inner product space and M not equal to phi is a convex subset which is a complete subspace of a space Y, and X element of X is a fixed point. Then there exists a unique Y element of M such that Z is equal to X minus phi is orthogonal to Y. സോ നമുക്കൊരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഉണ്ട് എക്സ്. എം എന്നുള്ളത് അതിൻ്റെ അകത്തെ ഒരു കംപ്ലീറ്റ് സബ്സ്പേസ് ആണ്, കംപ്ലീറ്റ് കോൺവെക്സ് സബ്സ്പേസ് ആണ്. എക്സ് എന്നുള്ളതിൻ്റെ ഒരു ഫിക്സഡ് പോയിൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് തിയറത്തിൽ പറഞ്ഞതുപോലെ ദർ എക്സിസ്റ്റ് എ വൈ, യുണീക്ക് വൈ സച്ച് ദാറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഈസ് ആക്ച്വലി ഓർത്തോഗണൽ ടു വൈ. സോ നമുക്ക് ഒരു പോയിന്റ് എക്സ് മൈനസ് വൈ എന്നൊരു പോയിന്റ് കണ്ടെത്താൻ പറ്റും. ആ പോയിന്റ് ഈസ് കംപ്ലീറ്റ്ലി ഓർത്തോഗണൽ ടു വൈ. ഓർത്തോഗണൽ ടു വൈ എന്ന് വെച്ചാൽ എക്സ് മൈനസ് വൈയും ഈ വൈക്കകത്തെ വേറൊരു പോയിന്റും ചൂസ് ചെയ്താൽ ഇത് തമ്മിലുള്ള ഇന്നർ പ്രോഡക്റ്റ് ഈസ് ആക്ച്വലി സീറോ, or they are actually perpendicular to each other. That's the idea. So ഇങ്ങനെ ഒരു പോയിന്റും ഒരു സ്പേസും തമ്മിലുള്ള ഓർത്തോഗണാലിറ്റി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർത്തോഗണലായിട്ട് എക്സിസ്റ്റൻസ് ഓഫ് അൻ ഓർത്തോഗണൽ സ്പേസ് അസോസിയേറ്റഡ് വിത്ത് എ പോയിന്റ്, അതിൻ്റെ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ ദ ഓൺലി തിങ് വിച്ച് വി ഹാവ് ടു പ്രൂവ് ഈസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് എക്സ് മൈനസ് വൈ ആൻഡ് ഇസഡ്, where z is an element of y is equal to 0 for every z എന്ന് മാത്രം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. സോ if z perpendicular to y, where z is equal to x minus y, we have nothing to prove. Assume that this is false, that is z is not perpendicular to y. So അങ്ങനെയാണെങ്കിൽ വൈക്കകത്ത് എലമെൻ്റ് എങ്കിലും എക്സിസ്റ്റ് ചെയ്യും. So there exists a y1 element of y such that inner product of z y1 which is not equal to 0, which can be called as beta which is not equal to 0. So നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് z is perpendicular to y എന്ന് വെച്ചാൽ ഇസഡും വൈക്കകത്തെ എല്ലാ എലമെൻസും തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടണം. അസ്യൂം ചെയ്യുന്നു അങ്ങനെയല്ല, ഇസഡ് ഈസ് നോട്ട് പെർപെൻഡിക്കുലർ ടു വൈ. അങ്ങനെയാണെങ്കിൽ വൈക്കകത്ത് ഏതെങ്കിലും ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യും, y1 എന്ന് പറഞ്ഞ എലമെൻറ്റ്, സച്ച് ദാറ്റ് ഇസഡും y1ഉം തമ്മിൽ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വിച്ച് ഈസ് ആക്ച്വലി നോട്ട് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ തിങ്. നൗ മൂവിങ് ഓൺ. ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന y1 should not be equal to 0. കാരണം y1 is equal to 0 ആണെങ്കിൽ z 0 എന്ന് വരും. z 0 should always be equal to 0. So clearly y1 is not equal to 0 because inner product z 0 is always 0. Okay. Now choose a scalar. Choose a scalar alpha and an element z minus alpha y1. Now norm of z minus alpha y1 square can be written as inner product z minus alpha y1 z minus alpha y1. So this by inner product in the property which this is actually equal to inner product z minus inner product alpha y1 z minus inner product z alpha y1 plus
inner product alpha y1 alpha y1. Now this is actually equal to inner product z z. ഇവിടെ ആൽഫ എടുക്കാം. ആൽഫ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് y1 z മൈനസ് ഇവിടെ ആൽഫ വെളിയിലെടുക്കുമ്പോൾ ആൽഫ ബാർ ആവും. ഇന്നർ പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ആൽഫ ബാർ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് z y1 പ്ലസ് ഫസ്റ്റ് കോമ്പോണൻറ്റിന് ആൽഫ കോമ എടുക്കാം. സെക്കൻഡ് കോമ്പോണൻറ്റിന് ആൽഫ ബാർ കോമ എടുക്കാം. സോ ആൽഫ ബാർ ടൈംസ് inner product y1 y1. Now inner product z y1 is actually beta, and inner product in the property അനുസരിച്ച് inner product y1 z is equal to inner product z y1 bar, which is equal to beta bar. So inner product y1 z ന് പകരം beta bar എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. So inner product z minus alpha beta bar minus alpha bar beta plus alpha bar inner product y1 y1, which should be equal to inner product z minus alpha bar z. ഈ ടേം ഒരുമിച്ചിടുന്നു. ഈ ടേമിൻ്റെ അകത്തുനിന്നും വി ക്യാൻ ടേക്ക് ആൽഫ കോമൺ. സോ മൈനസ് ആൽഫ കോമൺ എടുക്കുന്നു ടൈംസ് ബീറ്റ ബാർ മൈനസ് ആൽഫ ബാർ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് y1 y1. നൗ നമ്മൾ ആൽഫ ബാർ ഈസ് ഈക്വൽ ടു ഇഫ് ആൽഫ ബാർ ഈസ് ഈക്വൽ ടു beta bar divided by inner product y1 y1 എന്ന് ചൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ബീറ്റ ബാർ ഡിവൈഡഡ് ബൈ നോം y1 ദ ഹോൾ സ്ക്വയർ എന്ന് ചൂസ് ചെയ്താൽ, സോ ബീറ്റ ബാർ ഷുഡ് ബി ഈക്വൽ ടു ആൽഫ ബാർ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് y1 y1 എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബീറ്റ ബാർ ഇസ് ഈക്വൽ ടു ആൽഫ ബാർ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് y1 y1 മൈനസ് ആൽഫ ബാർ ടൈംസ് ഇന്നർ പ്രോഡക്റ്റ് y1 y1. ദിസ് പാർട്ട് ബിക്കംസ് 0. Okay, choose. So alpha bar is equal to beta bar divided by inner product y1 y1, so that the expression inside the bracket is actually 0. So which means inner product z minus norm z minus alpha y1 the whole square is equal to inner product z is norm z square minus alpha ബാറിന് പകരം ബീറ്റ ബാർ ഡിവൈഡഡ് ബൈ നോം വൈ സ്ക്വയർ. ബീറ്റ ബാർ ഡിവൈഡഡ് ബൈ നോം വൈ സ്ക്വയർ ടൈംസ് ബീറ്റ, വിച്ച് ഷുഡ് ബി ഈക്വൽ ടു നോം ഇസഡ് സ്ക്വയർ മൈനസ് ബീറ്റ ടൈംസ് ബീറ്റ ബാർ ഈസ് മോഡുലസ് ഓഫ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ നോം വൈ സ്ക്വയർ, വിച്ച് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഇസഡ് സ്ക്വയർ. കാരണം modulus of beta square is positive, norm y square is positive, so this quantity is positive. Norm of z square minus a positive quantity which is less than or equal to norm of z square. Now previous theorem വെച്ചിട്ട് we have chosen, നമ്മുടെ assumption അനുസരിച്ച് we have chosen z to be x minus y, where y is an element such that delta is equal to norm of x minus y. Okay, so we have chosen, so by previous theorem we have chosen z is equal to x minus y, where y is a unique element such that delta is equal to norm of x minus y. So norm z should be equal to norm x minus y, which should be equal to delta. So which implies this expression becomes, if we call this expression as equation number 1 implies, ഇത് പ്രീവിയസ് തിയറത്തിൽ നിന്നാണ് കിട്ടുന്നത്, കാരണം അതിനനുസരിച്ച് നമ്മൾ y ചൂസ് ചെയ്തത്. നോം ഓഫ് z മൈനസ്
alpha y1 the whole square is less than or equal to norm z square. Norm z is actually delta, which is equal to delta square. So this is equation A. We can it is strictly positive ആയതുകൊണ്ട് we can write this as strictly less than എന്ന് എഴുതാം. ലെസ് താൻ ഓർ ഈക്വൽ ടു അല്ല, ലെസ് താൻ ആണ്. കാരണം ഇത് സ്ട്രിക്ട്ലി പോസിറ്റീവ് ആണ്. കാരണം ദിസ് നോട്ട് എനി ഓഫ് ദ ക്വാണ്ടിറ്റീസ് ആർ നോൺ സീറോ. എല്ലാ ക്വാണ്ടിറ്റീസും നോൺ സീറോ ആണ് ഇതിൻ്റെ അകത്ത്. y1 നോൺ സീറോ ആണ്. നമ്മുടെ അസംഷൻ അനുസരിച്ച് ബീറ്റയും നോൺ സീറോ ആണ്. Now z is equal to x minus y, where y is an element of M. So z minus alpha y1 is equal to x minus y minus alpha y1, or it should be equal to x minus of y plus alpha y1, where alpha is an element in between 0 and 1 we have chosen. Now since y is an element of M and y1 is an element of M, or y and y1 are element of y, capital Y, its linear combination is also an element of capital Y. So y plus alpha y1 is an element of capital Y. So we can write it as some y2. So this should be equal to x minus y2. So norm of z minus alpha y1 should be equal to norm of x minus y2. Now this is actually greater than or equal to delta. കാരണം ഡെൽറ്റ ഈസ് ദ infimum of set of all norm of x minus y, and y2 is a particular element. Infimum എന്ന് വെച്ചാൽ least value ആണ്. So clearly norm of x minus y2 should be greater than or equal to its infimum. So this should be greater than or equal to its infimum. So norm of z minus alpha y1 square is greater than or equal to delta square, which is actually a contradiction to equation A. കാരണം ഇക്വേഷൻ എക്കകത്ത് കൃത്യമായിട്ട് പറയുന്നത് നോം ഓഫ് z മൈനസ് ആൽഫ y1 സ്ക്വയർ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Here we have successfully proved that this is actually greater than or equal to delta square. That's why we have chosen z minus alpha y1 എന്ന് ചൂസ് ചെയ്തതിൻ്റെ റീസൺ അതാണ്. This inequality is not true. So our assumption should be wrong. We have assumed that there exists a y1 such that norm of z minus inner product z y1 should not be equal to 0. So our assumption is wrong, which means that our assumption is wrong. So there does not exist a y1 element of y such that norm of inner product z y1 not equal to 0. So for every y1 element of y, inner product z y1 should be equal to 0, which means z is orthogonal to y. Z is equal to x minus y. So x minus y is orthogonal to y. So നമുക്കൊരു y കിട്ടിയാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് we can find a space y, capital Y, which is actually orthogonal to the space. ഓക്കെ, സോ നമുക്ക് ഒരു എലമെൻറ്റുമായിട്ട് ഓർത്തോഗണൽ ആയിട്ടുള്ളൊരു സ്പേസും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. താങ്ക് യു.